ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൻ്റെ പാർട്ട് എ സെക്ഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പാർട്ട് എ സെക്ഷനിൽ 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ക്വസ്റ്റ്യൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. So the first question is, draw the energy band diagram of p-type and n-type semiconductor materials, clearly indicating the different energy levels. So p-type-ൻ്റെയും n-type-ൻ്റെയും എനർജി ബാൻഡ് ഡയഗ്രാംസ് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ p-type-ൻ്റെ വരയ്ക്കുമ്പോൾ EC and EV, EI will be at the middle of conduction band. EI means intrinsic level. So EC and EV, conduction band edge and valence band energy bands. EI എന്ന് പറയുന്നത് മിഡിൽ ഓഫ് ദ ബാൻഡ് ഗ്യാപ്പ് ആയിരിക്കും. ദെൻ പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് EF എന്ന് പറയുന്നത്, ഫെർമി ലെവൽ എന്ന് പറയുന്നത് ക്ലോസർ ടു വാലൻസ് ബാൻഡ് ആയിരിക്കും. സോ ഇതാണ് പി ടൈപ്പ് എനർജി ബാൻഡ് ഡയഗ്രാം. എൻ ടൈപ്പ് എനർജി ബാൻഡ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പം EC, EV, EI മിഡിലായിരിക്കും. EV എന്ന് പറയുന്നത് ക്ലോസർ ടു, സോ EF മീൻസ് EF ഈസ് ഫെർമി ലെവൽ ഈസ് ക്ലോസർ ടു കണ്ടക്ഷൻ ബാൻഡ്. ഇതാണ് എൻ ടൈപ്പിൻ്റെത്. ഇനി നമ്മുടെ ഇൻട്രൻസിക്കിൻ്റെയാണ് ചോദിക്കുന്നതെങ്കിൽ EIയും EFഉം ഒരേ ലെവലിലായിരിക്കും. സോ ഈ 3 ബാൻഡ് ഡയഗ്രാംസും നമ്മൾ വരച്ച് പഠിക്കണം. സോ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ ഈസ് എ സ്ലോ പ്രോസസ്, ജസ്റ്റിഫൈ. സോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീകോമ്പിനേഷൻ പ്രോസസ് നമ്മൾ ലെക്ചർ 7 പഠിച്ചതാണ്. സോ ലെക്ചർ 7 നമ്മൾ ഡിഫറെൻറ്റ് റീകോമ്പിനേഷൻ പ്രോസസ്, ഡയറക്റ്റ് റീകോമ്പിനേഷൻ, ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ, ഓഗർ റീകോമ്പിനേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആ ഒരു ലെക്ചർ 7 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു സ്ലോ പ്രോസസ്സാണ്. സോ നമുക്കറിയാം ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ മീൻസ്, സോ കണ്ടക്ഷൻ ബാൻഡിൽ നിന്നും വാലൻസ് ബാൻഡിലേക്ക് ഒരു ഡയറക്റ്റ് റീകോമ്പിനേഷൻ അല്ല, അവിടെ ഒരു ട്രാപ്പിംഗ് ലെവൽ, അല്ലേ, ട്രാപ്പിംഗ് ലെവൽ വഴിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇമ്പ്യൂരിറ്റി, ഒരു അൺവാണ്ടഡ് എനർജി ലെവൽ വഴിയായിരിക്കും റീകോമ്പിനേഷൻ നടക്കുന്നത്. സോ അത് തന്നെയാണ് ഇതിൻ്റെ റീസൺ തന്നെ. സ്ലോ പ്രോസസ്സ് നമ്മൾ പറയുന്നത് ആ ഒരു ട്രാപ്പിംഗ് ലെവൽ വഴിയാണ് ഈ റീകോമ്പിനേഷൻ നടക്കുന്നത്. അത് കാരണമാണ് ഈ ഒരു ഇതിനെ നമ്മളൊരു സ്ലോ പ്രോസസ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ നമുക്കതിൻ്റെ റീസൺസ് നോക്കാം. കരിയർ ലൈഫ് ടൈം റിസൾട്ടിങ് ഫ്രം ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ വിൽ ബി മോർ ദാൻ ദാറ്റ് ഫോർ ഡയറക്റ്റ് റീകോമ്പിനേഷൻ. സോ ലൈഫ് ടൈം, റീകോമ്പിനേഷൻ ലൈഫ് ടൈം എന്ന് പറയുന്നത് അത് ഡിഫറെൻ്റ് ആയിരിക്കും ഇൻഡയറക്റ്റിനകത്തും ഡയറക്റ്റിനകത്തും. സോ റീകോമ്പിനേഷൻ ഈസ് ഡിലേഡ് ബൈ എ ടെൻഡൻസി ഫോർ എ ക്യാപ്ചേർഡ് കാരിയർ ടു ബി തെർമലി റീ എക്സൈറ്റഡ് ടു ഇറ്റ്സ് ഒറിജിനൽ ബാൻഡ് ബിഫോർ ക്യാപ്ചർ ഓഫ് ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് കാരിയർ ക്യാൻ ഓക്കർ. സോ ഇവിടെ റീകോമ്പിനേഷൻ നമ്മൾ EC ആൻഡ് EV ഇവിടെ ഒരു ട്രാപ്പിംഗ് ലെവൽ വഴിയായിരിക്കും ഒരു റീകോമ്പിനേഷൻ നടക്കുന്നത്. സോ ഈ കണ്ടക്ഷൻ ബാൻഡിലുള്ളൊരു ഇലക്ട്രോൺ ഈ ഒരു ട്രാപ്പിംഗ് ലെവലിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ട്രാപ്പിംഗ് ലെവലിൽ ഒക്കെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ദെൻ അവിടെ നിന്നായിരിക്കും അത് വാലൻസ് ബാൻഡിലേക്ക് റീകമ്പൈൻ ചെയ്യുന്നത്. സോ ഇവിടെ ഒരു പ്രോബബിലിറ്റി ഉണ്ട്, ഈ ഒരു ഇലക്ട്രോൺ ഈ ട്രാപ്പിംഗ് ലെവലിൽ നിന്ന് തിരിച്ച് നേരെ ആ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവാം. സോ അങ്ങനൊരു പ്രോബബിലിറ്റി ആവും അവിടെ ഒക്കർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അവിടെ കരിയർ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യും ഒരു തിരിച്ച് ആ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാനും തിരിച്ചത് വാലൻസ് ബാൻഡിലേക്ക് വരാനും. ഇതിനകത്തുണ്ടാവുന്ന ഒരു റീകോമ്പിനേഷൻ ടൈം അത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ എപ്പോഴും ഒരു സ്ലോ പ്രോസസ്സ് ആയിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഇലക്ട്രോൺ ക്യാപ്ചർ, നമ്മളിവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. So electron capture does not follow immediately after whole capture. So നമ്മളൊരു ഫുൾ റീകോമ്പിനേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ട്രാപ്പിംഗ് ലെവൽ, ഇലക്ട്രോൺ
ട്രാപ്പിംഗ് ലെവലിൽ നിന്നും നേരെ അത് വാലൻസ് ബാൻഡിലേക്ക് വരണം. സോ അപ്പോഴാണ് ഒരു ഫുൾ റീകോമ്പിനേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഇഫ് ഇലക്ട്രോൺ capture does not follow immediately after hole capture, the hole may thermally re-excited to the valence band. So energy is required for this process, which is equivalent to valence band electron being raised to an empty state in the recombination level. This process delays the recombination since the hole must be captured again before recombination can be completed. So ഇത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ എടുക്കുന്ന ആ ഒരു കരിയർ ലൈഫ് ടൈം അതൊരു ഡിലേ അവിടെ ഒക്കർ ചെയ്യും. സോ നമുക്ക് പറയാം ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ ഈസ് എ സ്ലോ പ്രോസസ്സ്. സോ ഇതിൻ്റെ ആ ഒരു റീസൺ തന്നെ ആ ട്രാപ്പിംഗ് ലെവലാണ്. സോ ഇത് കാരണമാണ് നമ്മൾ അതിനെ ഒരു സ്ലോ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ മൊബിലിറ്റി ഓഫ് കാരിയർ വേരീസ് വിത്ത് ടെമ്പറേച്ചർ. സോ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഡിപ്പെൻഡൻസി ഓഫ് മൊബിലിറ്റി വിത്ത് ടെമ്പറേച്ചർ ആൻഡ് ഡോപ്പിംഗ് നമ്മളൊരു ലെക്ചർ 9 നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ മൊബിലിറ്റി വിത്ത് ടെമ്പറേച്ചർ, സോ മൊബിലിറ്റി വിത്ത് ടെമ്പറേച്ചർ ഇങ്ങനൊരു ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ദിസ് ഈസ് ദ മൊബിലിറ്റി ഡ്യൂ ടു ഇംപ്യൂരിറ്റി സ്കാറ്ററിങ് μi ആൻഡ് ദിസ് ഈസ് μl. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതാണ് ചോദിച്ചേക്കുന്നത്. സോ അത് ലെക്ചർ 9 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഡിഫ്യൂഷൻ ലെങ്ത് ഈസ് ആവറേജ് ലെങ്ത് എ കാരിയർ മൂവ്സ് ബിഫോർ റീകോമ്പിനേഷൻ. സോ ഇതൊരു ഡെറിവേഷനാണ്. സോ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് കരിയർ ജനറേഷൻ, സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. സോ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് കരിയർ ജനറേഷനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഹോൾ കോൺസെൻട്രേഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ del P of x ഈക്വൽ ടു ഡെൽറ്റ പി ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എൽ പി. നമ്മളതിനെ ഡിഫ്യൂഷൻ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. എക്സസ് കാരിയേഴ്സിൻ്റെ ഇക്വേഷൻ del P of x is equal to ഡെൽറ്റ പി ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എൽ പി. നമ്മളിത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ലെക്ചർ 13 നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു എക്സ്പ്രഷൻ. സോ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡിഫ്യൂഷൻ ആവറേജ് ലെങ്ത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ നമ്മളിവിടെ ആ ഡെറിവേഷൻ ചെയ്യാൻ പോവാണ്. ദ പ്രോബബിലിറ്റി, സോ ദ പ്രോബബിലിറ്റി that a hole injected at x is equal to 0 survives at x survive to x without recombination. സോ നമ്മളുടെ ഒരു പ്രോബബിലിറ്റി വാല്യൂ ഡിറ്റർമിൻ ചെയ്യുവാണ്. സോ നമ്മളൊരു സെമി കണ്ടക്ടറിലേക്ക് എക്സ് ഈസ് ഈക്വൽ ടു ദിസ് ഇസ് ദ പൊസിഷൻ എക്സ് ഈസ് ഈക്വൽ ടു 0 നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് ഹോൾസിനെ ഇഞ്ചെക്റ്റ് ചെയ്തേക്കുവാണ്. സോ ഇത് എക്സ് ഡിസ്റ്റൻസിൽ റീകോമ്പിനേഷൻ കൂടാതെ സർവൈവ് ചെയ്യുന്ന ആ ഒരു പ്രോബബിലിറ്റി വാല്യൂ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. എക്സ് ഈസ് ഈക്വൽ ടു 0 ഇഞ്ചെക്റ്റ് ചെയ്ത ഹോൾസ് എക്സ് ഡ്യൂറേഷനിൽ അല്ലെങ്കിൽ എക്സ് പൊസിഷനിൽ റീകോമ്പിനേഷൻ കൂടാതെ സർവൈവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രോബബിലിറ്റി വാല്യൂ നമ്മളത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടാണ്. സോ എക്സസ് കാരിയർ കോൺസെൻട്രേഷൻ, ഇത് ആ ഒരു കൺസെപ്റ്റ് ലെക്ചർ 13 ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു ഡെറിവേഷൻ ചെയ്യുക. സോ ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ എക്സസ് കാരിയർ കോൺസെൻട്രേഷൻ at x and the excess carrier concentration at x is equal to 0.
സോ എക്സ് ഡ്യൂറേഷനിൽ സർവൈവ് ചെയ്യുന്ന പ്രോബബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഡെൽ പി ഓഫ് എക്സ് അറ്റ് എക്സ് എന്ന് പറയുന്ന പോയിന്റും ഡെൽ പി ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബബിലിറ്റി വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സോ ഡെൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് അറ്റ് എക്സ് എന്ന് പറയുന്ന പോയിന്റിലുള്ള പ്രോബബിലിറ്റി ഡെൽറ്റ പി ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എൽ പി ആണ്. എൽ പി എന്ന് പറയുന്നത് ആ ഡിഫ്യൂഷൻ ലെങ്ത് ആണ്, ഹോൾസിൻ്റെ ഡിഫ്യൂഷൻ ലെങ്ത് ആണ് എൽ പി എന്ന് പറയുന്നത്. ബൈ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഈ വാല്യൂ ഡെൽറ്റ പി എന്ന് നമുക്ക് കിട്ടും. സോ നമുക്കിതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. സോ ഞാനിവിടെ ഡിറ്റർമിൻ ചെയ്ത പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഞ്ചെക്ട് ചെയ്ത ഹോൾ എക്സ് വാല്യൂ സർവൈവ് ചെയ്യുന്നു വിത്തൗട്ട് റീകോമ്പിനേഷൻ, ആ ഒരു റേഷ്യോ ആണ് നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഡെൽറ്റ പി ക്യാൻസൽ ചെയ്യാം. സോ ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എൽ പി. സോ ഈ വാല്യൂ ആണ് ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. സോ ആ ഒരു പ്രോബബിലിറ്റി വാല്യൂ എനിക്ക് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എൽ പി ആയിട്ട് ഇവിടെ ഡിറ്റർമിൻ ചെയ്തു. ദെൻ നമ്മൾ ഇനി ഒരു പ്രോബബിലിറ്റി വാല്യൂയും കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യും. ദ പ്രോബബിലിറ്റി that a hole at x will recombine in the subsequent interval dx. ഇവിടെ നമ്മൾ ആ റീകോമ്പിനേഷൻ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ദാറ്റ് എ ഹോൾ അറ്റ് എക്സ് വിൽ റീകമ്പൈൻ ഇൻ ദ സബ്സിക്വൻറ്റ് ഇൻ്റർവൽ ഡി എക്സ്. സോ ആ റീകോമ്പിനേഷൻ വാല്യൂ പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മളത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡെൽ പി ഓഫ് എക്സ് മൈനസ് ഡെൽ പി ഓഫ് എക്സ് പ്ലസ് ഡി എക്സ്. സബ്സിക്വൻറ്റ് ഇൻ്റർവൽ മീൻസ് ഒരു ഡി എക്സ് ഇൻ്റർവെല്ലിൽ നടക്കുന്ന റീകോമ്പിനേഷൻ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഡെൽ പി ഓഫ് എക്സ് മൈനസ് ഡെൽ പി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽ പി ഓഫ് എക്സ്. ഈ വാല്യൂ ആണ് നമ്മൾ അടുത്ത് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ഡെൽ പി ഓഫ് എക്സ് മൈനസ് ഡെൽ പി ഓഫ്, ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്, ഡെൽ പി ഓഫ് എക്സ് പ്ലസ് ഡി എക്സ്. ഇവിടെ ഒരു ബൈ ഡി എക്സും ചെയ്തു, ഇൻറ്റു ഡി എക്സും ചെയ്തു. ദെൻ നമുക്കൊരു ഡെൽ പി ഓഫ് എക്സ് അവിടെ ഓൾറെഡി ഉണ്ട്, അതും ചെയ്തു. സോ ഇവിടെ എക്സ്ട്രാ ഒരു ഡി എക്സ് മൾട്ടിപ്ലൈ ചെയ്തു, ഡി എക്സ് ഡിവൈഡ് ചെയ്തു. സോ നമ്മൾ ഈ ഒരു ടേമിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇഫ് ദ വാല്യൂ ഡി എക്സ് ഇസ് വെരി സ്മോൾ, നമുക്ക് ഇതിനെ നമുക്കൊരു ഡെറിവേറ്റീവ് ഫംഗ്ഷനായിട്ട് എഴുതാം. ഡി എക്സ് എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ വാല്യൂ ആണെങ്കിൽ നമുക്കിതിനെ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡെൽ പി ഓഫ് എക്സ്. സോ ഇങ്ങനൊരു കൺസിഡറേഷൻ നമ്മൾ ആ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷനൊക്കെ ഡെറൈവ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്, അതിനെ നമുക്ക് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇവിടെ മൈനസ് വരാൻ കാരണം ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അത് ഫസ്റ്റ് ടൈമായിട്ടാണ് ഇപ്പോൾ ഇവിടെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. സോ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡെൽ പി ഓഫ് എക്സ് എന്ന് ഈ ഒരു ടേമിനെ നമുക്ക് എഴുതാം. സോ ഇൻറ്റു ഡി എക്സ് ബൈ ഡെൽ പി ഓഫ് എക്സ്. സോ ഇവിടെ നമ്മൾ ഡെൽ പി ഓഫ് എക്സിൻ്റെ വാല്യൂ ഓൾറെഡി പഠിച്ചു. ഡെൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡെൽറ്റ പി ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എൽ പി ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റു ഡി എക്സ് ബൈ ഡെൽ പി ഓഫ് എക്സ്. സോ ഇവിടെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഡെറിവേറ്റീവ് വാല്യൂ വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ പി e raised to minus x by lp into minus 1 by lp into dx by del p of x. Del p of x is again delta p e raised to minus x by lp. സോ ഞാൻ ഈ ഒരു ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, അതാണിത്. സോ ഡെറിവേറ്റീവ് ഈസ് മൈനസ്, ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ഡെൽറ്റ പി ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എൽ പി ഇൻറ്റു മൈനസ് 1 ബൈ എൽ പി. ദെൻ ഡി എക്സ് ബൈ ഡെൽ പി ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡെൽറ്റ പി ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എൽ പി. സോ ഇവിടെ നമുക്ക് ഈ മൈനസ് മൈനസ് പ്ലസ് ആവും.
സോ ഡെൽറ്റ പി റേസ് ടു മൈനസ് എക്സ് ബൈ എൽ പി രണ്ടിടത്തുനിന്നും ക്യാൻസലാവും. സോ നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, സോ ദിസ് വിൽ ബി, ഈ ടേം ഫുള്ളായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം. സോ മൈനസ് മൈനസ് പ്ലസ് 1/LP/dx എന്നൊരു ടേം നമുക്ക് ഇവിടെ കിട്ടും. സോ ദിസ് വാല്യൂ, ദിസ് പ്രോബബിലിറ്റി വാല്യൂ വിൽ ബി ഈക്വൽ ടു, നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്ത് കിട്ടുന്നത് 1/LP/dx എന്നായിരിക്കും. സോ ഇതാണ് ഇക്വേഷൻ 2. സോ നമുക്ക് രണ്ട് പ്രോബബിലിറ്റി വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഒന്ന് വിത്തൗട്ട് റീകോമ്പിനേഷൻ വാല്യൂ, അതാണ് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ ആ റീകോമ്പിനേഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള വാല്യൂ ഇക്വേഷൻ 2 ആയിട്ടാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. ദെൻ നമുക്കിത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി വാല്യൂ, സോ ടോട്ടൽ പ്രോബബിലിറ്റി value will be, so the total probability that a hole injected at x is equal to 0 will recombine in a given dx is equal to, so the total probability value that a hole injected at x is equal to 0 will recombine in a given dx, ആ സബ്സിക്വൻറ്റ് dx വാല്യൂവിൽ എത്ര റീകോമ്പിനേഷൻ നടക്കുമെന്നുള്ള ടോട്ടൽ പ്രോബബിലിറ്റി വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ ഇക്വേഷൻ 1-ൻ്റെയും ഇക്വേഷൻ 2-ൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുത്താൽ മതി. സോ ഇക്വേഷൻ 1 എന്താണ് നമുക്കൊന്നുകൂടെ നോക്കാം. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് e⁻⁻x/LP ആണ്. വെൻ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് 1/LP/dx ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ്, സോ e⁻⁻, which is equal to e⁻⁻x/LP into 1/LP/dx. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി വാല്യൂ. സോ നമുക്ക് ഈ ടോട്ടൽ പ്രോബബിലിറ്റി വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ആവറേജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. സോ ആവറേജ് ഡിസ്റ്റൻസ് എ ഹോൾ ഡിഫ്യൂസ്, ഇതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് ഡിസ്റ്റൻസ് വാല്യൂ ഡിഫ്യൂഷൻ ലെങ്തിന് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ദ ആവറേജ് ഡിസ്റ്റൻസ് എ ഹോൾ ഡിഫ്യൂസ് ബിഫോർ റീകോമ്പിനേഷൻ, അല്ലെങ്കിൽ ബിഫോർ സോ ഈ ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഡിഫ്യൂഷൻ ലെങ്തിനും യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ അതിൻ്റെ വാല്യൂ ഡിഫ്യൂഷൻ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ്. സോ ആവറേജ് ഡിസ്റ്റൻസ് എ ഹോൾ ഡിഫ്യൂസ് ബിഫോർ റീകോമ്പിനേഷൻ, സോ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ആവറേജ് വാല്യൂ. സോ ആ എക്സ് വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, സോ 0 to ഇൻഫിനിറ്റി നമ്മൾ എക്സ് ഇൻറ്റു ആ ടോട്ടൽ പ്രോബബിലിറ്റി വാല്യൂ നമ്മൾ ചെയ്താൽ മതി, നമുക്ക് ആവറേജ് ഡിസ്റ്റൻസ് കിട്ടും. So x into the total probability value will be equal to e⁻⁻x/LP into 1/LP dx. So ഈ വാല്യൂ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. സോ ദിസ് വാല്യൂ 1/LP കോൺസ്റ്റൻ്റ് ആണ്. സോ 1/LP ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity x e⁻⁻x/LP dx. സോ ഇത് ഇൻ്റഗ്രേഷൻ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആ ഒരു മെത്തേഡിൽ ഇൻ്റഗ്രൽ UV ആ ഒരു ഫോമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/LP ഇൻറ്റു, ഇവിടെ നമുക്ക് എക്സിനെ ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാം, e⁻⁻x/LP നമുക്ക് സെക്കൻഡ് ടേം ആയിട്ട് എടുക്കാം. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്.
integral of second means e raised to minus x by LP divided by minus 1 by LP, that means into minus LP. So first function is x into integral of second means integral of e raised to minus x by LP is equal to e raised to minus x by LP in divided by minus 1 by LP. Divided by minus 1 by LP means into minus LP minus. So first function into integral of second minus integral of derivative of first. Derivative of first means 1. X in the derivative 1 ആണ്. Into integral of second. Integral of second means ഈ function ഒന്നും കൂടെ വരും, that is e raised to minus x by LP into minus LP. So limit 0 to infinity. So ഒരു integration കൂടെ വരും. So this is 1 by LP. So നമുക്ക് ഇവിടെ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 to infinity ഇതിന് ഫുൾ ലിമിറ്റ് ആണ്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ടേം അപ്പർ ലിമിറ്റ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ദെൻ സെക്കൻഡ് വാല്യൂ 0 കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ വാല്യൂ 0 ആയി പോകും. സോ ഈ ഒരു ഫസ്റ്റ് ടേം കംപ്ലീറ്റ്ലി 0 ആയി പോകും. സോ നമ്മുടെ ലിമിറ്റ് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. ദെൻ മൈനസ് എക്സിന് 0 കൊടുക്കുമ്പോൾ ആ ഒരു ടേം കംപ്ലീറ്റ് ആയിട്ട് പോകും. ദെൻ നമുക്ക് റിമൈനിങ് വരുന്നത് മൈനസ് ആണ്. സോ ലിമിറ്റ് 0 to infinity e raised to minus x by LP into minus LP dx. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കാം, ഈ മൈനസ് എൽ പി പ്ലസ് എൽ പി ആവും. ഈ ഒരു 1 by LP ആയിട്ട് അത് ക്യാൻസൽ ആവും. സോ അഗെയിൻ the final step will be 0 to infinity e raised to minus x by LP dx. ഇങ്ങനെ നമുക്ക് കിട്ടും. and this is equal to e raised to minus x by LP by minus 1 by LP or into minus LP limit 0 to infinity. സോ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 അപ്പർ വാല്യൂ 0 മൈനസ് ഇ റേസ് ടു 0 1 മൈനസ് എൽ പി. സോ ആൻസർ ഈസ് ഈക്വൽ ടു എൽ പി. സോ നമ്മൾ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് എ ഹോൾ ഡിഫ്യൂസ് ബിഫോർ റീകോമ്പിനേഷൻ ഈസ് ഈക്വൽ ടു എൽ പി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ഡിഫ്യൂഷൻ ലെങ്ത് ഈസ് ദ ആവറേജ് ലെങ്ത് ദ കാരിയർ മൂവ്സ് ബിഫോർ റീകോമ്പിനേഷൻ. സോ നമ്മളിവിടെ ഹോൾ കോൺസെൻട്രേഷൻ ആണ്, അല്ലെങ്കിൽ ഹോളിൻ്റെ കേസ് എടുത്തിട്ടാണ് ഈ ഒരു ഡെറിവേഷൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ പി, ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് ഹോൾസ് ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ. സോ ഇത് ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ് V0യുടെ എക്സ്പ്രഷൻ. V0 ഈസ് ഈക്വൽ ടു KT by Q. പി എൻ ജംഗ്ഷൻ്റെ ഇക്വേഷൻ ആണ് KT by Q ln NAND by NI square. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലെക്ചർ 17 ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ എക്സ്പ്രഷനാണ് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്, എക്സ്പ്രഷൻ ഫോർ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ. ദെൻ എക്സ്പ്ലെയിൻ എയർലി എഫക്റ്റ്, മെൻഷൻ ഇറ്റ്സ് എഫക്ട്സ് ഓൺ ടെർമിനൽ കറൻസ് ഓഫ് BJT. സോ എയർലി എഫക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു ലെക്ചർ 23. എയർലി എഫക്റ്റ് മീൻസ് റിവേഴ്സ് ബയസ് വോൾട്ടേജ്. റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, അല്ലെങ്കിൽ കളക്ടർ ടു ബേസ് വോൾട്ടേജ്, ഒരു PNP ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ദ ഡിപ്ലീഷൻ റീജിയൻ വിൽ പെനിട്രേറ്റ് മോർ ടുവേർഡ്സ് ദ ലൈറ്റ്ലി ഡോപ്ഡ് ബേസ് റീജിയൻ. ബേസിലേക്ക് ഡിപ്ലീഷൻ റീജിയൻ കൂടുതൽ പെനിട്രേറ്റ് ചെയ്യുന്നു. സോ ബേസിൻ്റെ ബേസ് വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുന്നു. ആ ഒരു ഇതിനെയാണ് നമ്മൾ എയർലി എഫക്റ്റ് അല്ലെങ്കിൽ ബേസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ദെൻ വാട്ട് ആർ ദ എഫക്റ്റ് ഓൺ ടെർമിനൽ കറൻസ് ഓഫ് BJT. ടെർമിനൽ കറൻസുമായിട്ടുള്ള എഫക്റ്റ് നമ്മൾ പഠിച്ചതാണ്. ബേസ് കറണ്ട് ഡിക്രീസ് ചെയ്യും, IE ആൻഡ് IB
I and IC will increase. So these are the effect on terminal currents. IBയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും, ബേസ് വിഡ്ത്ത് കുറയും, ബേസ് കറണ്ട് കുറയും, I and IC will increase. So ഇതാണ് എഫക്റ്റ് ഓൺ ടെർമിനൽ കറണ്ട്സ്. Then derive an expression for threshold voltage. ഇത് നമ്മൾ ഡെറൈവ് ചെയ്തതാണ്. ലെക്ചർ 27 റെഫർ ചെയ്താൽ മതി. ലെക്ചർ 27 മോസ്ഫെറ്റിൻ്റെ കേസിലുള്ള ത്രെഷോൾഡ് വോൾട്ടേജ് ഐഡിയൽ ആൻഡ് ത്രെഷോൾഡ് വോൾട്ടേജ് റിയൽ കേസ് രണ്ടും നമ്മൾ പഠിച്ചതാണ്. സോ റിയൽ കേസ് വരുമ്പോൾ അവിടെ നമ്മൾ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജിൻ്റെ കൺസെപ്റ്റും കൂടെ ആഡ് ചെയ്യണം. ഈ ഒരു കേസിൽ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് 0 ആണ്. സോ ഇത് നമ്മൾ രണ്ടും ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് എഫക്റ്റ് ഓഫ് റിയൽ സർഫസസും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ത്രെഷോൾഡ് വോൾട്ടേജ് റിയൽ കേസ് എഴുതാൻ. സോ ഈ രണ്ട് എക്സ്പ്രഷൻസ് നമ്മൾ പഠിക്കണം. ഇവിടെ എക്സ്പ്രഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടിൻ്റെ എക്സ്പ്രഷൻ ഐഡിയലിൻ്റെയും റിയലിൻ്റെതും നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ explain the transfer characteristics of a MOSFET in linear and saturation region. So നമ്മൾ ഡ്രെയിൻ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ പ്ലോട്ട് ചെയ്യാൻ പഠിച്ചു, ലീനിയർ റീജിയൻ്റെയും സാച്ചുറേഷൻ റീജിയൻ്റെയും. സോ ആ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഡ്രെയിൻ കറണ്ടിൻ്റെ എക്സ്പ്രഷൻസ് അറിയണം. സോ ഇവിടെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ അത്രയും ആ ഡെറിവേഷൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ട്രാൻസ്ഫർ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഡ്രെയിൻ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് പഠിക്കണം. എന്നിട്ടേ അത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റൂ. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഐഡിയും VGയും വെച്ചിട്ടാണ്, ഡ്രെയിൻ കറണ്ടും ഗേറ്റ് വോൾട്ടേജും വെച്ചിട്ടാണ്. നമ്മളവിടെ VDS കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. സോ ഇത് വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ലീനിയർ റീജിയൻ്റെയും സാച്ചുറേഷൻ റീജിയൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പ്ലോട്ട് ചെയ്തതാണ്. ലെക്ചർ 28 റെഫർ ചെയ്താൽ മതി. അതിനകത്ത് നമ്മളത് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ നമ്മളത് റീസെൻ്റായിട്ട് പഠിച്ച ഒരു ടോപ്പിക്കാണ്. VG ലെസ് ദാൻ VTയിൽ ഡെൻ ചാനൽ മോസ്ഫെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് ലെസ് ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ് ആണെങ്കിൽ ID വിൽ ബി അപ്രോക്സിമേറ്റ്ലി 0. ബട്ട് ഇൻ റിയൽ കേസ് ID വിൽ നോട്ട് ബി ഈക്വൽ ടു 0. അവിടെ ഒരു ചെറിയ കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിനെയാണ് നമ്മൾ സബ് ത്രെഷോൾഡ് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു ടോപ്പിക് നമ്മൾ ലെക്ചർ 32 റെഫർ ചെയ്താൽ മതി. ലെക്ചർ 32 നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആൻഡ് പാർട്ട് എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സ്കെയിലിംഗ് ആൻഡ് കോൺസ്റ്റൻറ്റ് ഫീൽഡ് സ്കെയിലിംഗ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോസ്ഫെറ്റ് സ്കെയിലിംഗ് മെത്തേഡ്സ് നമ്മൾ ലെക്ചർ 31 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമ്പാരിസൺ നമ്മളതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സ്കെയിലിങ്ങും കോൺസ്റ്റൻറ്റ് ഫീൽഡ് സ്കെയിലിങ്ങും ആ ഒരു ലെക്ചറിൻ്റെ ലാസ്റ്റ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് സ്കെയിലിങ്ങും ഫീൽഡ് സ്കെയിലിംഗ് തമ്മിലുള്ള മേജർ ഡിഫറെൻറ്റ് സ്കെയിലിംഗ് മെത്തേഡ്സ് ആണ്. സോ ഇത്രയും ടോപ്പിക്കാണ് പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ നെക്സ്റ്റ് ലെക്ചറിൽ നമ്മൾ പാർട്ട് B പ്രോബ്ലംസും ബാക്കി കാര്യങ്ങളും നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ മോഡ്യൂൾസിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.